ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വൈകിട്ട് വിളിച്ച ഔട്ടിങ്ങിന് വരൂ? അത് ആരെങ്കിലും കാണുമോ സർ? കണ്ടാലെന്താ, പോവാൻ പറ. ഇവിടെ ഒന്നും സദാചാര സമിതി ഇല്ല. ആരെങ്കിലും ചോദിക്കാൻ വന്ന സാന്ദ്ര എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും. എടാ രാജു, ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് നീ കുടിക്കേ. എന്താ പിടിപ്പിച്ചേ. നീ എനിക്ക് കൂൾ ഡ്രിങ്ക്സിൽ കള്ള് കലക്കി തന്നല്ലടാ. രാജു, രാജു പ്ലീസ് പറയുന്ന മതി രാജു, മതി. അതവൻ തമാശ ഒപ്പിച്ചല്ലേ, നീ ഒന്ന് തമാശ ഒപ്പിച്ചെന്നോ? എന്റെ കുടുംബം നിങ്ങൾ കലക്കില്ലേ? അതിന്റെ ഗൗരവം അറിയാതെ അവൻ ചെയ്തു പോയല്ലടാ. ഓടറാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലടാ. എടാ, ഞാൻ മദ്യപിക്കില്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോറിയടാ. ഞാൻ കുടിക്കില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എടാ രാജു, മാറാ. ഞാൻ പഴയതുപോലെ അലവലാതെ ചെയ്യാനൊന്നുമല്ല. 60,000 ശമ്പളമുള്ളൊരു എംപ്ലോയിയാണ്. ഇങ്ങനെ വായി നോക്കി നടക്കുന്നത് അത്ര ശരിയല്ല. എന്റെ യജമാനത്തി അംബിക വർമ്മ, അവരെന്നെ കൊടുക്കാനുള്ള പുതിയ വഴികൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഹലോ മാഡം. ജയൻ എവിടെയാ? ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട് മാഡം. അന്വേഷണത്തിൽ പുരോഗതി എന്തെങ്കിലും ഉണ്ടോ? എന്തന്വേഷണം? എന്താ ജയ ഇത്? ജോലിയിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ. ആ രാജുവും ഋതികയും തമ്മിലെ എന്തോ അടിയോ വഴക്കോ ഉള്ളതുപോലെ കേട്ടു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വിവരം റിപ്പോർട്ട് തരണമെന്ന് ഞാൻ ഓർഡർ തന്നതല്ലേ? പിന്നെ ഓർഡറുടെ ഇവർ ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ? അതാണോ? അറിയാൻ എപ്പോഴും അന്വേഷിച്ചു മാഡം. ഒന്നുമില്ല. ഇല്ലേ? പ്രശ്നം ഒന്നുമില്ലേ? പ്രാഥമിക അന്വേഷണത്തില് അങ്ങനെയൊന്നുമില്ല മാഡം. പിന്നെ ഒരു ഡീപ്പായ എൻക്വയറി നടത്താം മാഡം. മാഡം, എനിക്ക് 1 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തരാമോ? പിന്നെന്താ, തരാലോ. പിന്നെ ഉടനെ സാലറി അഡ്വാൻസ് ഞാൻ കൊടുക്കും. ബ്ലഡി ഫൂൾ. ദീപക്കിനെ ഒന്ന് വിളിക്കാം. കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്നൊന്ന് അറിയാലോ. ഇവനിത് എവിടെ നടക്കുവാ? ഫോണും എടുക്കുന്നില്ലല്ലോ. സർ, സാന്ദ്ര, ഈ ഫയല് തിരികെ തരാൻ ഒരല്പം വൈകിപ്പോയതില് ഐ എം എക്സ്ട്രീംലി സോറി സർ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അല്ല, സാന്ദ്ര എവിടെ താമസിക്കുന്നേ? ഇവിടെ അടുത്ത് തന്നെ, തിരുമല. അല്ല, എപ്പോഴാ ഓഫീസിൽ നിന്ന് മടങ്ങുന്നേ? 5 മണിക്ക്. ആ, ഞാൻ വൈകിട്ട് വിളിച്ച ഔട്ടിങ്ങിന് വരൂ? അത് ആരെങ്കിലും കാണുമോ സർ? കണ്ടാലെന്താ, പോവാൻ പറ. ഇവിടെ ഒന്നും സദാചാര സമിതി ഇല്ല. ആരെങ്കിലും ചോദിക്കാൻ വന്ന സാന്ദ്ര എന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയും. അതില് സാന്ദ്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എങ്കിൽ ഞാൻ വരാം. ആ,
പിന്നെ ഒരു 10 മണിക്ക് മുമ്പ് എന്നെ വീട്ടിൽ കൊണ്ടുവിടണം. ഹ, അത് ഞാൻ ഏറ്റു. അയ്യോ, മാഡം വരുന്നു. ആ അതിനെന്താ, പേടിക്കണ്ട. അവൾ എന്നെ കുറെ നാള് പ്രേമിച്ച് നടന്നോണ്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് അവൾക്ക് അസൂയാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അസൂയ കൊണ്ട് ചിലപ്പോ എന്നെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. ഞാൻ കല്യാണം കഴിച്ചതാണെന്ന് വരെ പറഞ്ഞോളെ. അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. അപ്പൊ താങ്ക്സ് കേട്ടോ, ഞാൻ പോകുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം വരൂ. അവൻ എന്തിനാ വന്നത്? ആ ദീപക്. സാർ ഇവിടെ ഒരു ഫയല് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വന്നതാ. ഏത് ഫയൽ? അത് അംബിക മാഡം കൊടുത്തയച്ച ഒരു കൊട്ടേഷന്റെ ഫയലാ. നമുക്കത് ആവശ്യമില്ല, ഞാൻ മടക്കി കൊടുത്തു. ആ ദീപക് അത്ര ശരിയല്ല കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഒരു വാർണിംഗ് തന്നു മാത്രം. എന്റെ റിലേറ്റീവ് ആയതുകൊണ്ട് പ്രത്യേക കൺസിഡറേഷൻ ഒന്നും സാന്ദ്ര കൊടുക്കേണ്ട കാര്യമില്ല. അവനെ കുറിച്ച് പറഞ്ഞു മാത്രം. ദീപക് സാർ പറഞ്ഞത് എത്ര കറക്റ്റാ. സാറിനെ കുറിച്ച് മാഡം കുറ്റമേ പറയുള്ളൂന്ന്. ഓക്കെ മാഡം. സാന്ദ്ര, എന്താ മാഡം? ആഫ്റ്റർനൂൺ എനിക്ക് ഒരിടം വരെ പോണം. എന്റെ ഡ്രൈവറോട് ഇവിടെ ഉണ്ടാവണമെന്ന് പറയണം. ആ ശരി, ഞാൻ പറയാം. ആ പുറത്തുണ്ടോ? കയറി വാ. ആ സാർ ഇതുവരെ പോയില്ലേ? ഇല്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു. അതോ എന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ലേ? കറക്റ്റ്. എത്ര കാര്യമായിട്ട് സാന്ദ്ര കാര്യം പറഞ്ഞത്. ആരെയും അങ്ങനെ പ്രേമിക്കാൻ കഴിയാത്ത ഒരാളാ ഞാൻ. പ്രേമം ഇല്ലാഞ്ഞിട്ടും അല്ല. ഈ ന്യൂയോർക്കിലും അറ്റ്ലാന്റയിലും ഫിലാഡൽഫിയിലും ഒക്കെ ആയിരുന്നില്ലേ ഈ മദാമ അവനെ പ്രേമിക്കാൻ പറ്റുമോ? അവിടെ മലയാളികളും ഉണ്ടല്ലോ. ഉണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാരുമായിട്ടാ അവിടെ ജീവിക്കുന്നൊക്കെ. എന്തായാലും സാന്ദ്രയെ കണ്ടതിന് ശേഷം മനസ്സില് സാന്ദ്ര മാത്രമായി, മനസ്സും സാന്ദ്രമായി. ഓ, പോയിട്രി. നോവിനാലേ